എല്ലാവർക്കും നമസ്കാരം. നിവേദ് നെക്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഇത് ശരിക്കും ട്രഡീഷണലായിട്ട് നമ്മൾ വീടുകളിൽ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. 2-3 ചക്ക, വരിക്ക ചക്ക അറുത്ത് മുറിച്ച് ചുളയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തന്നത് അച്ഛനാണ്. അതിനുശേഷം ആ ഓരോ ചുളയും മാറ്റി മാറ്റി കുരു വേറെ ചാവണി വേറെ ആക്കി വൃത്തിയാക്കിയെടുത്ത ചുമതല എനിക്കാണ്. അങ്ങനെ വൃത്തിയാക്കി വച്ചിരിക്കുന്ന എല്ലാ ചക്കയും നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയാണ് വരട്ടാനായി ഉപയോഗിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ അരയ്ക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അത് ഉരുളിയിലിട്ട് വേവിച്ചാണ് വരട്ടിയെടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഓർമ്മയുള്ളപ്പോൾ തൊട്ട് വീട്ടിൽ മിക്സി ഉണ്ട്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ മിക്സിയിൽ അരച്ച് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനും അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചക്കയും നമ്മളിതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ച് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് അരച്ച് പേസ്റ്റാക്കി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ എല്ലാ ചക്കയും ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉരുളിയുടെ കണക്കിലാണ് ശരിക്കും ഇന്നത് ഉണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് അച്ഛനിവിടെ അടുപ്പൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. ഗ്യാസിലല്ല, അടുപ്പിലാണ്. അല്പം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അടുപ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ അടുപ്പില്ലാത്തവരോ അല്ലെങ്കിൽ അടുപ്പിൽ പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ എനിക്ക് അത്യാവശ്യം വിറകും അടുപ്പുമുള്ളത് കൊണ്ട് അച്ഛനിവിടെ അടുപ്പൊക്കെ കത്തിച്ച് സെറ്റാക്കിയത് കൊണ്ടും അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ഉരുളിയോടുകൂടി അടുപ്പിലേക്ക് വെക്കുകയാണ്. കൊടിയടുപ്പ് നമുക്ക് അടച്ചു വെക്കാമില്ലെങ്കിൽ പുക മുഴുവൻ പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ആസ്ഥാന കുശിനിക്കാരൻ, അതായത് എൻ്റെ അച്ഛൻ പണി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഈ അരച്ച ചക്ക ഒന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പ് അതൊന്ന് ചൂടാകണം. ഉരുളിക്ക് അല്പം കട്ടി കൂടുതലായതുകൊണ്ട് ഉരുളി ചൂടാകാൻ ഇത്തിരി താമസമുണ്ട്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ പെട്ടെന്ന് തന്നെ ചൂട് നിൽക്കുകയും നമ്മുടെ പാചകം റെഡി ആവുകയും ചെയ്യുന്നതാണ്. ഇതിലേക്കായി 1 കിലോ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ശർക്കര പൊടി ഇല്ലാത്തവർ നമ്മുടെ ഉണ്ട ശർക്കര വാങ്ങി പൊടിച്ച് അതിനെ ഉരുക്കി അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല കറുത്ത ശർക്കരയാണ്. ശരിക്കും ഞാനിത് ചായ ഇടാനും മറ്റുമായി ഉപയോഗിക്കുന്നത് ഈ ശർക്കര തന്നെയാണ്. ഇത് വളരെ നല്ലതാണ്. ശർക്കര കൊണ്ട് ചായ ഇടുന്നത് പഞ്ചസാരയേക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ ചക്ക വരട്ടിയ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 കിലോ ശർക്കര അച്ഛൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. കൊടിയടുപ്പിൽ നല്ല തീ കത്തുന്നുണ്ട്. വെറുതെ ആ തീ കളയണ്ട എന്ന് വെച്ചിട്ട്
ഒരു ചെറിയ കലത്തിൽ വെള്ളം വെക്കുന്നുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് കുടിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ പൊടി അടുപ്പിൽ തീയും വെറുതെ പോകണ്ട. ഉരുളി വലുതായത് കൊണ്ട് ഒരു ചെറിയ പാത്രത്തിൽ നമുക്കിപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റത്തുള്ളൂ വെള്ളം. വലിയ പാത്രത്തിൽ വയ്ക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. അതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൽ ഒതുക്കിയത്. അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇനി ഒരു പിടി ഏലക്ക എടുത്ത് അത് നല്ലപോലെ പൊടിച്ച് ചേർക്കാൻ പോവുകയാണ്. ഏലക്കയുടെ അളവ് കൂടുന്തോറും ചക്ക വരട്ടിയതിന് രുചി കൂടും. അപ്പോൾ ഒരു പിടിയിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുണ്ട്, 2 പിടിയുണ്ട്, 3 പിടിയുണ്ട്, ഇതൊരു വിഷയമേ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഏലക്ക ചേർക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പിടി ഏലക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശരിക്കും ഏലക്ക കുറഞ്ഞതുകൊണ്ടോ കൂടിയതുകൊണ്ടോ ഒരു പ്രശ്നവുമില്ല. കയ്യിലുള്ളത് എത്രയാണോ അത് ചേർക്കുക, അത്ര മാത്രം. ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല വെള്ളം പോലെയാണ്, ശർക്കരയൊക്കെ അലിഞ്ഞ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇനി വരട്ടിയെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ശരിക്കും ശർക്കരയൊക്കെ ഉരുകി അലിഞ്ഞ ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ ഒരുപാടുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് അടിക്ക് പിടിക്കാതിരിക്കാനും സൈഡിലൊക്കെ കരിഞ്ഞ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒരല്പം നെയ്യ്, ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വരണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഒരു 3 സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നത്. ഇപ്പോൾ ഇത്രയും നെയ്യ് മതിയാകും. ഇത്രയും നെയ്യില്ലാത്തവർ അയ്യോ ഇത്രയും നെയ്യില്ലല്ലോ എന്നാലോചിക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ ചേർത്താലും മതി. എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത്രയും ചേർത്താൽ മതിയാകും. നെയ്ക്കും അങ്ങനെ പ്രത്യേകം അളവൊന്നുമില്ല. നെയ്യ് കുറച്ച് കൂടുതലിരുന്നാൽ അത്രയും രുചികരമായിരിക്കും എന്ന് മാത്രം. ഇതുവരെ ഈ ഒരു പരിപാടി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി കുറച്ച് സമയത്തേക്ക് എനിക്കിത് അത്ര ഇഷ്ടമല്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ തിളച്ച് തുടങ്ങി. ഈ തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് കൈവിടാൻ പറ്റത്തില്ല. കൈവിടാതെ ഇളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലെ ഈ വെള്ളം ബബിളായിട്ട് പൊട്ടി അതിങ്ങനെ കുമിള വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ദേഹം മുഴുവൻ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്ന് വരണ്ട് ഈ വെള്ളമൊക്കെ വറ്റി ആവിയായി പോകുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ശരിക്കും ഈ ഒരു സമയം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതുപോലെ ഒരുപാട് ചക്ക കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ വരട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷമോ ഒരു ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കുറച്ച് ശർക്കര വരട്ടിയെടുത്ത് തേങ്ങാപ്പാലും ചേർത്ത് പായസം വയ്ക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാം. എല്ലാവരെയും അത്ഭുതപ്പെടുത്താം. ചക്ക പായസം ഇത് കണ്ടോ, ഏകദേശം ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. വരണ്ടിട്ടില്ല. ഇപ്പോഴും ഒരു കുഴമ്പ് പരുവം തന്നെയാണ്. നല്ല കറുത്ത ശർക്കര ഇട്ടത് കൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. വെള്ള ശർക്കരയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഈ ഒരു കളർ കിട്ടത്തില്ല. അതൊരു ഇളം ബ്രൗൺ കളറിലിരിക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ ശർക്കര വളരെ കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. എനിക്ക് ഈ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചക്ക വരട്ടിയതിന് ഈ ഒരു കളറുണ്ടെങ്കിലാണ് ശരിക്കും അതിൻ്റെ ഒരു തനതായ ഒരു രൂപം കിട്ടുന്നത്. ഇനി അത്യാവശ്യം വരണ്ട് വന്ന സമയത്ത് നമ്മൾ ബാക്കി എത്ര നെയ്യാണോ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒഴിക്കാം. ഇനി ആ പൊട്ടി തെറിക്കുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇതുവരെ തിളപ്പിച്ച് അത് കുറുകി വന്നു. ഇനി വരട്ടിയെടുക്കണം. ശരിക്കും ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നിങ്ങൾ പായസം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കോരിയെടുത്താൽ പായസം വയ്ക്കാൻ ഉപയോഗിക്കാം. അത് മാത്രമല്ല നമുക്ക് ജാമായിട്ടും ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യാൻ പറ്റും. ബ്രെഡിലൊക്കെ തേക്കാം, ചപ്പാത്തിയിൽ തേച്ച് കുട്ടികൾക്ക് കൊടുക്കാം. അതിനൊക്കെ ഈ ഒരു പരുവമാണ്
നല്ലത്. ഇപ്പോൾ കുറച്ചുകൂടി ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മളെങ്ങും പോകാൻ പാടില്ല. പിന്നെ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞ് ഇതിന് മൊത്തത്തിലൊരു കരിഞ്ഞ ചുവ വരും. അതുകൊണ്ട് കൂടെ തന്നെ നിന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചക്ക വരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വരണ്ട് വന്നിട്ടുണ്ട്. അത് കണ്ടോ, ചട്ടുവത്തിലെടുക്കുമ്പോൾ അത് പെട്ടെന്ന് താഴെ വീഴത്തില്ല. അത് ചട്ടുവത്തിൽ തന്നെ നിൽക്കുന്ന ആ ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഹൽവയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നെയ്യൊഴിച്ച് നല്ല കട്ടിക്ക് വരട്ടിയെടുക്കാം. അത് നല്ല കല്ല് പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ചക്ക വരട്ടിയത് കറക്റ്റാണ്. അടുപ്പിൽ തീയൊക്കെ അണച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാം. നല്ല ചൂടാണ്, ഇപ്പോൾ നല്ല ചൂടാണ്. ഇതാദ്യം നമുക്ക് ഇപ്പം ഏകദേശം തണുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു നമ്മളിത് മാറ്റി വെച്ചിട്ട്. ഇതാദ്യം അച്ഛന് തന്നെ കൊണ്ടുപോയി കൊടുക്കാം. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ്. ഇത് ഭയങ്കര രുചിയുമാണ്. ഇതുപോലെ വരട്ടി വെച്ചാൽ അധികമായി വരുന്ന ചക്ക നിങ്ങൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാ പേരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ വരട്ടി കഴിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. Till then, bye bye.